അപ്പോൾ ഹനുമാന് ആ ശക്തി കിട്ടാനുള്ള കാരണം ഒന്ന്, ഓം നമോ നാരായണായ. കലികാലത്തിൽ ആരാധ്യനായിരിക്കുന്ന ദേവത എന്ന് പറഞ്ഞാൽ ആഞ്ജനേയ സ്വാമിയെയാണ് പറയുക. അതിന് എന്തുകൊണ്ടാണ് ആഞ്ജനേയ സ്വാമിക്ക് ആ പ്രാധാന്യം വരാൻ കാരണം? ആഞ്ജനേയനെക്കുറിച്ച് പറയണത് ശിവപുത്രനാണ് എന്ന് പറയും. ശിവപാർവതിമാർ നേരെ ചേർന്ന സമയത്ത് അവർ വാനര വേഷത്തിൽ കളിച്ചു എന്നൊക്കെ കഥകൾ ഇങ്ങനെ പറയും. ശിവപാർവതിമാരുടെ ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കുന്നതാണ് രേതസ്. അത് നേരെ വായു ഭഗവാന്റെ കയ്യിലൂടെ കൊടുത്തിട്ട് അഞ്ജന എന്ന് പറയുന്നതായിരിക്കുന്ന ആ സ്ത്രീയിലേക്ക് അതിനെ പ്രവേശിപ്പിച്ചു. അപ്പം അഞ്ജന പെറ്റുണ്ടായ ശക്തിപുഞ്ചമേ എന്നാണ്. അപ്പോൾ ശിവപാർവതിമാരുടെ ശക്തികളാണുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിയാണ് ശിവനും പാർവതി. അപ്പോൾ ആ ശിവപാർവതിമാരുടെ ശക്തി അന്നേരം അഞ്ജനയിലേക്ക് വന്ന് അഞ്ജനയിൽ നിന്നാണ് ആഞ്ജനേയ സ്വാമികൾ ഉണ്ടായത്. അപ്പോൾ ആഞ്ജനേയ സ്വാമികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വായു ഭഗവാൻ നേരെ കൊണ്ടുവന്ന് വായു നേരെ പിതൃസ്ഥാനത്തിനായി. പിന്നെ കേസരി എന്നുള്ളതായിരിക്കുന്ന വാനരനാണ് നേരെ അഞ്ജനയുടെ ഭർത്താവായിട്ട് വരിക. അതുകൊണ്ട് കേസരിയും അച്ഛനായിട്ട് പറയാം. അപ്പോൾ ആഞ്ജനേയ സ്വാമികൾക്ക് ആ ശക്തി കിട്ടാനെന്താ കാരണം? ആഞ്ജനേയ സ്വാമികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരെ ആ സാക്ഷാൽ ശിവശക്തികളുടെ ചേർച്ചയാണ്. അതുകൊണ്ട് തന്നെ അദമ്യമായിരിക്കുന്ന ശക്തി ജന്മനാ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പ്രസവിച്ച് നേരെ കിടക്കുന്ന സമയത്താണ് സൂര്യഭഗവാൻ ഉദിച്ചു ഇരണമ്പോൾ അതൊരു പഴമാണെന്ന് വിചാരിച്ച് അതിൻ്റെ നേരെ ഇങ്ങനെ ചാടി. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ ചാടിയപ്പോൾ സൂര്യൻ പേടിച്ചു. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് വെട്ടി. അപ്പോൾ താടിയിൽ മുറിവുണ്ടായി, ബോധഹീനനായിട്ട് താഴത്തേക്ക് വീണു. അപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ നേരെ വായു ഭഗവാൻ ആ പുത്രനെ എടുത്ത് നേരെ തൻ്റെ അഗാധങ്ങളിലേക്ക് കൊണ്ടുപോയി ഭൂമിയിൽ ആർക്കും വായു കിട്ടാതെയായിട്ട് വന്നു എന്നാണ്. അപ്പോൾ നേരെ വായു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? വായു കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും 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 തന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ നേരെ ഹനുമാന് എല്ലാവിധ ശക്തികളും കൊടുത്തു എന്നാണ്. അപ്പം അങ്ങനെ കൊടുത്തപ്പോഴാണ് അവന് ബ്രഹ്മാസ്ത്രം ബാധിക്കില്ല, അവന് മരണമുണ്ടാവില്ല, അതേപോലെ തന്നെ അവന് ആവശ്യപ്പെടുന്ന സമയത്തെ മരണം സംഭവിക്കുകയുള്ളൂ, അതുപോലെ അഗ്നി അവനെ ബാധിക്കില്ല, അതേപോലെ തന്നെ ജലം പറഞ്ഞു ഞാൻ സമുദ്രം അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെയുള്ളതായിരിക്കുന്ന ശക്തികളെ കൊടുത്തു. അപ്പം അത് നേരെ അതുമായിട്ടിരിക്കുന്ന സമയത്താണ് ആഞ്ജനേയ സ്വാമികൾ നേരെ തൻ്റെ അദമ്യമായ ശക്തികളെക്കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ മഹർഷിമാർ നേരെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അടുത്തേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്കൊക്കെ ഇടാൻ തുടങ്ങി, അതൊക്കെ എടുത്ത് കളയാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്താലും അവനെ തടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് മഹർഷിമാരെ ശപിച്ച് നീ നിൻ്റെ ശക്തി മറന്നു പോട്ടെ എന്ന് ശപിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഹനുമാന് ശക്തി ഇല്ല എന്നൊരു തോന്നലുണ്ടായി. പിന്നെ നേരെ ജാമ്പവാൻ വന്ന് ഓർമ്മിപ്പിച്ച സമയത്താണ് ശക്തി തിരിച്ചു കിട്ടിയതാണ്. അപ്പോൾ ഹനുമാന് ആ ശക്തി കിട്ടാനുള്ള കാരണം ഒന്ന്, ശിവനും ശക്തിയും കൂടി ചേർന്നപ്പോഴാണ് ഉണ്ടായത്. പിന്നീട് നേരെ മറ്റൊന്നെന്താണ്, നേരെ രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഹനുമാൻ്റെ അവതാരം എന്നാണ്. അപ്പോൾ നേരെ വിഷ്ണു ഭഗവാൻ രാമനായിട്ട് അവതരിച്ചപ്പോൾ നേരെ ശിവഭഗവാൻ പറഞ്ഞു നിന്നെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ഭൂമിയിൽ അവതരിക്കും. അപ്പോൾ അവതരിച്ചതാണ് അഞ്ജനേയനായിട്ടാണ് അവതരിച്ചത്. അതുകൊണ്ട് വിഷ്ണു രാമനായിട്ട് അവതരിച്ച സമയത്ത് രാമകാര്യത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും രക്ഷിക്കാനായിട്ട് ശിവൻ നേരെ അപ്പോൾ ശിവൻ്റെ അവതാരം എന്നായിട്ടാണ് ആഞ്ജനേയനെ കണക്കാക്കുക. അപ്പോൾ അതാണ് ശിവൻ്റെ ആ ഒരു അവതാരമായിട്ട് ആഞ്ജനേയനെ കണക്കാക്കും. അപ്പം അതുകൊണ്ടാണ് രാമന് ശക്തി പകരാനായിട്ടാണ് ശിവൻ തന്നെയാണ് ആഞ്ജനേയ സ്വാമികൾ. അതാണ് ആഞ്ജനേയ സ്വാമികളുടെ ശക്തിയുടെ പിന്നിലുള്ള രഹസ്യം. പിന്നീട് എല്ലാ ദേവന്മാരും ഈ വരങ്ങളൊക്കെ കൊടുത്തു. അപ്പം അതുകൊണ്ട് അഗ്നി ബാധിക്കില്ല, ജലം ബാധിക്കില്ല, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ആപത്തുണ്ടാവില്ല. അപ്പോൾ ആർക്കും നേരെ ഹനുമാനെ കൊല്ലാൻ സാധിക്കും. ബ്രഹ്മാസ്ത്രം ആ ഹനുമാൻ്റെ നേരെ പ്രയോഗിച്ചിട്ടും കാര്യമില്ല. അതെല്ലാം നേരെ എല്ലാ ദേവന്മാരുടെയും വരങ്ങളാണ്.
അപ്പം അതാണ് ആഞ്ജനേയൻ്റെ ശക്തിയുടെ രഹസ്യം. മറ്റൊന്ന്, ഈ രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഹനുമാന്റെ ആ ഒരു അവതാരം ഉണ്ടായത്. അതാണ് രാമാവതാരം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഹനുമൽ അവതാരം നടന്നത്. അത് രാമന് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഏത് ആപത്തിലും രാമനെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആഞ്ജനേയ സ്വാമികൾക്ക് ആ ശക്തി മുഴുവൻ കൊടുത്തു. അപ്പം അങ്ങനെ 5 ശക്തികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശിവൻ കൊടുത്തതായിരിക്കുന്ന ശക്തി, പാർവതി കൊടുത്തതായിരിക്കുന്ന ശക്തി, അപ്പോൾ ആ പാർവതിയും ശിവനും ചേർന്ന് കൊടുത്തതായിരിക്കുന്ന ശക്തികളാണ് അജീയമായ ശക്തി, അതേപോലെ വിനയം, അതേപോലെ വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്ന അറിവ്, അതേപോലെ ഒരു വ്രതം, പിന്നീട് നേരെ ആ എല്ലാത്തിൻ്റെയും വിജയം. അപ്പോൾ ഏത് കാര്യത്തിലും വിജയം നേരിടാനായിട്ട് സാധിക്കും. ആ 5 ശക്തികളാണ് നേരെ ആഞ്ജനേയ സ്വാമിക്ക് പഞ്ചമഹാശക്തികളായിട്ട് നൽകിയതെന്നാണ്. 5 ശക്തികളാണ് ആഞ്ജനേയ സ്വാമികൾക്ക് കൊടുത്തത്. ആ 5 ശക്തികളുടെ ഫലമാണ് ആഞ്ജനേയൻ്റെ ശക്തി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതാണ് പഞ്ചമഹാശക്തികളാണ് ആഞ്ജനേയനിൽ കുടികൊള്ളുക. അതുകൊണ്ട് ആഞ്ജനേയൻ്റെ ആ ശക്തി ആർക്കും തടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് കാര്യത്തിലും നേരെ അതേപോലെ തന്നെ സാക്ഷാൽ ആ വിദ്യ പഠിക്കുന്ന സമയത്ത് സൂര്യഭഗവാന്റെ മുമ്പിലിരുന്നു കൊണ്ട് പുറകോട്ട് പോയിക്കൊണ്ടാണ് നേരെ വിദ്യ പഠിച്ചത്. അപ്പോൾ നേരെ വിദ്യ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാൻ എന്ത് വരം വേണം എന്ന് ചോദിച്ചു. അപ്പോൾ വരങ്ങളെന്ന് ചോദിച്ചപ്പോൾ എന്തായി? അപ്പോൾ ആകെ പറഞ്ഞെന്താണ്, നേരെ എൻ്റെ പുത്രനായിരിക്കുന്ന സുഗ്രീവനെ നീ നേരെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് സർവ്വ ഐശ്വര്യങ്ങളും സൂര്യഭഗവാന്റെ സർവ്വജനും 2ാം സൂര്യനെ പോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ആഞ്ജനേയ സ്വാമിക്ക് സൂര്യഭഗവാൻ നൽകി. അപ്പോൾ പ്രപഞ്ചശക്തികൾ മുഴുവൻ തന്നെ ശിവനും പാർവതിയും സൂര്യഭഗവാനും എല്ലാവരും സകല ദേവന്മാരും കൊടുത്ത ശക്തിയാണ് ആഞ്ജനേയൻ്റെ ശക്തി നാം. അപ്പോൾ ആഞ്ജനേയൻ അതിനെ കാത്തു സൂക്ഷിച്ചതാണ് മറ്റൊരു രഹസ്യം. അപ്പോൾ തൻ്റെ പ്രവൃത്തി കൊണ്ടും അപ്പോൾ ദുഷ്പ്രവൃത്തികളില്ലാതെയും കൊണ്ട് നേരെ ആഞ്ജനേയന് സാധിച്ചു. പിന്നീട് നേരെ ആഞ്ജനേയൻ്റെ മറ്റൊന്നെന്താണ്, ആഞ്ജനേയൻ നിരന്തരമായിട്ട് രാമനാമം ജപിക്കുന്നു. അപ്പോൾ രാമനാമം ജപിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന ശക്തി അപാരമായ ശക്തിയാണെന്നാണ് കാണിക്കുക. അതാണ് ആഞ്ജനേയൻ്റെ പ്രത്യേകത. അപ്പോൾ രാമ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചൈതന്യങ്ങളും തൻ്റെ ഉള്ളിലേക്ക് നേരെ ആവാഹിച്ചു വരും. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ആഞ്ജനേയ സ്വാമി രാമ 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 എന്ന് പറഞ്ഞിട്ട് നടക്കാറുള്ളൂ. അപ്പം അതാണ് രാമനാമത്തിൻ്റെ ശക്തി. അതേപോലെ ഈ പറഞ്ഞ നേരെ ഗുരുവിൻ്റെ അനുഗ്രഹം, അതേപോലെ ആ തൻ്റെ സൃഷ്ടകർത്താക്കളായിരുന്ന ശിവൻ്റെയും പാർവതിയുടെയും തന്നെ വളർത്തിയ വായു ഭഗവാന്റെയും അപ്പോൾ എല്ലാ ശക്തികളും കൂടിയിട്ടാണ് ആഞ്ജനേയൻ അതിശക്തനായിട്ട് തീർന്നത്. അതുകൊണ്ട് ആഞ്ജനേയൻ്റെ ശക്തി ആർക്കും തടുക്കാനായിട്ട് സാധിക്കില്ല. ലോകമുള്ളിടത്തോളം കാലം ആഞ്ജനേയൻ്റെ ശക്തി ഉണ്ടാകും എന്നാണ് എടുത്ത് പറയുന്നതായിരിക്കുന്ന കാര്യം.